മെഷീൻ ഓടിക്കഴിഞ്ഞാൽ പാട്ട് ഇതുവഴി നമുക്ക് കേൾക്കാം. അതിന് മലയാളത്തിൽ പറയുന്നത് സ്വനഗ്രാഹി എന്ന്. ഈ ഒരു വശത്ത് ഫുൾ ഒരു പാട്ടാണ്, ഈ ഒരു വശത്ത് മറ്റൊരു പാട്ടാണ്. നമ്മൾ ചരിച്ച് നോക്കുമ്പോൾ എത്ര പാട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. ഇത് LP റെക്കോർഡ്, പ്ലാസ്റ്റിക്കാണിത്, മറ്റേത് അരക്കാണ്. ഈ സെറ്റിൽ പറയുന്നത് HMV എന്നാണ്, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഇത് തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ ആളാണല്ലോ കണ്ടുപിടിച്ചത്. ആദ്യമായി ശബ്ദം ലേഖനം ചെയ്ത ഒരു മെഷീൻ, ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് ശബ്ദം തിരിച്ചു വരാതായപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഈ ഗ്രാമഫോൺ, അത് വളരെ മിനിയേച്ചർ പാട്ടായിരുന്നു, ഒരു ചെറിയ ഒരു ഉപകരണമായിരുന്നു, എടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞപ്പോൾ എവിടെയോ തട്ടിയിട്ട് അതിൽ അദ്ദേഹം സംസാരിച്ച വേർഡ്സ് റിപ്പീറ്റ് ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പട്ടി, ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. ആ വളർത്തുനായ ഇതിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്ന കോളാമ്പിയിലേക്ക് നിന്ന് എത്തി നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എൻ്റെ ഈ ഉപകരണത്തിന് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ അവൻ്റെ യജമാനൻ്റെ ശബ്ദം അതിൽ കൂടെ തിരിച്ച് കേൾക്കാൻ അവനിടയായില്ലേ. അതാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നുള്ള എംബ്ലവും അവനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ പടം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം. വരും. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഇത് പല IASകാരുടെയും ടാലൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന ഗ്രാമഫോൺ, അതിന് മലയാളത്തിൽ പറയുന്നത് സ്വനഗ്രാഹി എന്നാണ്. സ്വനം എന്ന് പറയുന്ന ശബ്ദം, അതിനെ ഗ്രഹിക്കുന്നത് സ്വനഗ്രാഹി. ഗ്രാമഫോൺ എന്ന് പിന്നീടുണ്ടായ പേരാണ്. ആ ശബ്ദം ഗ്രഹിച്ച കേൾക്കാനിടയായ പട്ടി ആണോ പെണ്ണോ എന്ന് വരുന്ന കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചു. പലരും പറഞ്ഞ ആണ്, ചിലർ പറഞ്ഞ് പെണ്ണ്, ചിലർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ചോദ്യത്തിലുണ്ട് ഉത്തരം. ഹിസ് മാസ്റ്റേഴ്സ്, അവൻ്റെ യജമാനൻ. അവൻ എന്ന് പറയുമ്പോൾ അവൻ പുല്ലിംഗമാണ്. അപ്പോൾ അവൻ്റെ യജമാനാകുമ്പോൾ അവൻ ആണല്ലേ പട്ടി. അപ്പോൾ ബുദ്ധിയുള്ളവർ പറഞ്ഞു അത് ആൺപട്ടിയാണ്. അങ്ങനെയാണ് അതിന് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്നുള്ള പേര് ആ കമ്പനിക്ക് കൂടി. കൽക്കട്ടയിൽ അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഇപ്പം നിന്നുപോയി. അവിടെ റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഈ നമ്മുടെ സിനിമയുടെ റെക്കോർഡുകൾ ഇതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരുപാട് റെക്കോർഡ് ഇരിപ്പുണ്ട്. അതെല്ലാം ഹിസ് മാസ്റ്റേഴ്സ് വോയിസിൻ്റെയാണ്. ഇപ്പോൾ അവർ നിർമ്മാണം നിർത്തിവെച്ചു. ഇപ്പോൾ ലണ്ടനിലെങ്ങാനും ഉണ്ടെങ്കിലുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങൾ, ദുബൈയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, മലേഷ്യയിലുണ്ട്. അവിടെയൊക്കെയുള്ള ഗ്രാമഫോൺ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് സാധനങ്ങൾ കറണ്ട് കൊണ്ടുള്ളതുണ്ട്. ഗ്രണ്ടിക് എന്ന് പറയുന്ന ഗ്രാമഫോൺ, ഗ്രണ്ടിക് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം വിദേശിയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഉണ്ടാക്കിയ മെഷീനല്ല, അത് വിദേശിയാണ്. ഒന്നേ ജർമ്മനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഏതാണ്ട് സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മെഷീനാണ് ഇതിനുള്ളിലൊക്കെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഗ്രാമഫോണിലും അതാണ് ഈ ഗഡാർ എന്ന് പറയുന്ന മെഷീനാണ്. അതിനകത്ത് 3 മെഷീനുണ്ട്. ഒരു തവണ വൈൻഡ് ചെയ്താൽ 3 പാട്ട് കേൾക്കാം. ഇതിൽ 2 മെഷീനാണ് ഇരിക്കുന്നത്. ഒരു തവണ വൈൻഡ് ചെയ്താൽ 2 പാട്ട് കേൾക്കാം, മറുപുറം കേൾക്കാം. ഒരു റെക്കോർഡിനകത്ത് 2 പാട്ടാണുള്ളത്. കണ്ടില്ലേ, അതിലുണ്ട് എംബ്ലം. ഈ ഒരു വശത്ത് ഫുൾ ഒരു പാട്ടാണ്, ഈ ഒരു വശത്ത് മറ്റൊരു പാട്ടാണ്. നേരെ മറിച്ച് LP എന്ന് പറയുന്ന പ്ലാസ്റ്റിക് റെക്കോർഡുകളുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ കുറച്ച് മോഡേണായിട്ട് റെക്കോർഡ് പ്ലെയറിൽ ഉപയോഗിക്കുന്ന ലോങ് പ്ലേ റെക്കോർഡ് എന്ന് പറയും. അതിനകത്ത് 12 പാട്ടുകളുണ്ട്, 12 പാട്ടുകൾ. ഇത് LP റെക്കോർഡ്, പ്ലാസ്റ്റിക്കാണിത്, പ്ലാസ്റ്റിക്. മറ്റേത് അരക്കാണ്. നമ്മൾ ചരിച്ച് നോക്കുമ്പോൾ എത്ര പാട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. ഇതിനകത്ത് ഇപ്പോൾ 2 പാട്ടേ ഉള്ളൂ. കണ്ടില്ലേ, ലൈൻ സെപ്പറേഷൻ ഇല്ലല്ലോ. പഴയ കാലത്ത് ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ പെട്ടി കിട്ടുന്ന ഈ സൈസ് ബോക്സിനകത്താണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന എംബ്ലമുള്ള ഈ സൈസ് ടിന്നിനകത്താണ് വരുന്നത്. ഞാനിത് ആദ്യം കാണുന്നത് സത്യത്തിൽ നമ്മുടെ ONV കുറുപ്പ് സാറില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ അനുജൻ ഒരാൾ ഇവിടെ ചായക്കട നടത്തിയിരുന്നു. മാമ്പഴ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കേരളപുരത്തേക്ക് വരുമ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടി അച്ഛൻ നിർബന്ധിച്ച് തന്നെ ആയിരിക്കും. ഞാൻ പോകാറില്ല. അവിടെ പോയി ഇത് പാട്ട് കേൾക്കും. അതുമാതിരി നമ്മളെല്ലാം മറ്റേ കൊളാമ്പിയില്ലേ,
അതുപോലെ അതിനകത്ത് ചെമ്പരത്തി പൂവിൻ്റെ പടമൊക്കെ വരച്ച ഒരു കോളാമ്പി ഇങ്ങനെ മുമ്പോട്ടിരിക്കുന്നു. വേലുത്തമ്പി ദളവ നാടകമൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെന്ന് ഈ കോളാമ്പിക്കകത്തോട്ട് ഇങ്ങനെ നോക്കി എങ്ങനെ ശബ്ദം വരുന്നത്, ഇതാരും ഇതിനുള്ളിൽ ആളുണ്ടോ നമ്മുടെ സംശയം. അന്ന് കുഞ്ഞല്ലേ, അപ്പോൾ വള്ളി നിക്കർ വിട്ടാണ് പോകുന്നത്, ഒരു ബനിയനെ കാണുള്ളൂ. അപ്പോൾ ചവറയ്ക്ക് എന്നെ അറിയാം, ചവറക്കൊച്ചാൻ അറിയാം എന്നിടത്തെയാണ്, തെങ്കോട്ടയാണ് എന്നറിയാം. അപ്പം മോനെ അമ്പലത്തിൽ പോയത് ഇവിടെ ഇങ്ങനെ വന്ന് എന്നാലും ഇങ്ങനെ അച്ഛൻ അടിക്കത്തില്ലേ, പൊയ്ക്കോ എന്നാണ്. അപ്പോൾ പലരും വിചാരിക്കുകയാണ് കാപ്പി കുടിക്കാൻ, കാപ്പിയൊന്നും കുടിക്കത്തില്ല, അവരാരും ഇവിടെ വന്ന് കാപ്പി കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനം അദ്ദേഹത്തിനോട് പല പ്രാവശ്യം ചെന്നിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു, പപ്പ ഇതെനിക്ക് തരുമോ? തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നിരാശനായി. വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അച്ഛനോട് ഡയറക്റ്റായിട്ട് പറയാനൊക്കത്തില്ല, അച്ഛൻ ആളിച്ചിരി ചുണ്ടിയുള്ള ആളാണ്. എങ്കിലും എൻ്റെ ഒരു അറ്റംപ്റ്റ് അത് വിജയിച്ചു. 75 രൂപയ്ക്ക് ആ പെട്ടി വാങ്ങി. ഒരിടയ്ക്ക് റെക്കോർഡും ഉണ്ടായിരുന്നു. 10 റെക്കോർഡ് നമുക്ക് ഒന്നിച്ചെടുക്കാനൊക്കത്തില്ല, അത്ര വെയിറ്റാണ് അതിന്. അന്നത്തെ കാലത്ത് 75 എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു സംഖ്യ, ചിന്തിക്കണ്ട. അപ്പോൾ ആ റെക്കോർഡ് വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ജോലിക്കാരൻ അയ്യപ്പനുണ്ടായിരുന്നു. അയ്യപ്പനെ ഞാനും കൂടി ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ കോളാമ്പി ഊരി മാറ്റി എനിക്ക് പാട്ട് കേൾക്കൊണ്ടിരിക്കും. പള്ളിക്കുറിച്ച് പോകത്തുമില്ല, ട്യൂഷനും പോകത്തില്ല. അച്ഛൻ അന്നേരം പറഞ്ഞ് ഇത്തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും ആക്രിക്കടയിൽ പോകും. ഇല്ല അച്ഛാ, ഞാൻ എപ്പോഴും വിൽക്കത്തില്ല. ശരി, ആ വിശ്വാസത്തിൽ അച്ഛൻ അങ്ങ് പോയി. ഒരു ദുർദിനം വന്നു. അച്ഛൻ വയലിലോട്ട് പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ അത് അയ്യപ്പനെ വന്ന് വാടാ എന്ന് പറഞ്ഞു വന്ന് ഞങ്ങൾ വേലുത്തമ്പി എന്നുള്ള നാടകം എടുത്തിട്ട് ഞാൻ വേലുത്തമ്പിയായി, വേറെ രാമൻ തമ്പിയായി, ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കളിച്ച് കോളാമ്പി ഊരി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ പരിപാടി നടക്കുക. ഇവിടോട്ട് വന്നു, ഇന്നും പോയില്ലേ നീ സ്കൂളിൽ? കുന്താലി എടുത്തെന്ന് അടിച്ചതങ്ങ് പൊട്ടിച്ച് നശിപ്പിച്ച. അന്ന് അച്ഛൻ്റെ ഒരു ADC ഒരാളുണ്ട്, മാധുപിള്ള എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് ഇത് ആക്രിക്ക് കൊടുത്തു. പക്ഷേ കുറേ റെക്കോർഡ് അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ റെക്കോർഡിൽ പുതിയ തേങ്ങ പട്ടി കൈ വെച്ചിരിക്കുന്ന പോലെ ഞാനിത് കൊണ്ട് നടക്കുക, ഇതെങ്ങനെ കേൾക്കാൻ വെക്കും? അതിനൊരു ഉപകരണം വേണം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 8ഓളം എണ്ണം ഞാൻ സംഘടിപ്പിച്ചത്. പിന്നെ ഞാൻ പാട്ടുകാരനായിരുന്നു, ചെറിയാട്ടൊക്കെ ഗാനമേളയിൽ പാടാൻ പോകുമായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ ഗായകനായിരുന്നു. ജി ശങ്കരപ്പിള്ള സാറൊക്കെ ഞാൻ എൻ്റെ ഗുരുനാഥനാണ്. ഇത് ആൽബം എന്ന് പറയും. ഇങ്ങനെ ഈ റെക്കോർഡ് ഇങ്ങനെ കിട്ടുന്ന ഒരാൽബം, അതിന് ഇത്ര രൂപ അങ്ങനെ കൊടുത്ത് മേടിച്ചതായിരുന്നു ഞാൻ കേട്ടോ. പഴയ ഹിന്ദി ഗാനങ്ങളാണ്. അതിന് ഇത്ര രൂപ. അന്നത്തെ കാലത്ത് വിലയെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 100 രൂപ എടുത്ത് മേടിക്കുന്നതാണ് ചിലപ്പോൾ 10 രൂപയ്ക്ക് കിട്ടിയെന്ന് വരും. മനസ്സിലായില്ലേ? പക്ഷേ ഇതൊക്കെ എത്ര വർഷം പഴക്കം വരും? അയ്യോ, കാലം ഞാൻ എങ്ങനെയാ പറയുക, ഏകദേശം എന്തായാലും ഒരു 60 വർഷം. 60 വർഷം കുറഞ്ഞതുണ്ടല്ലേ? ഉണ്ട്. എൻ്റെ ചിച്ചോറെന്ന് പറയുന്ന ഒരു സിനിമയുടെ റെക്കോർഡ് മോഷണം പോയി. അതിനുശേഷം ഞാനിത് വളരെ സൂക്ഷിച്ച് വെക്കുക. ഇതും അത് തന്നെ. ചിട്ടി ബാബു, പ്രശസ്തനായ കർണാട്ടിക് വീണാ വിദ്വാൻ. അപാര വായനയാണ്, അപാര വായന. ക്ലാസിക്കൽ മ്യൂസിക്സ്. ഇതിനകത്തിപ്പോൾ കാണാമല്ലോ ഒരു സെപ്പറേഷൻ കണ്ടില്ലേ? ഇടയ്ക്കൊരു ലൈൻ, ആ ലൈൻ വരമ്പ് പോലെ. ഇവിടെ ഇത്രയും ഒരു പാട്ടാണ്, ഒരു സംഗീതം, ഒരു കർണാട്ടിക് മ്യൂസിക്കാണ്. ഇതിനിപ്പുറത്തോട്ട് വേറൊരു പാട്ട് കാണും. അങ്ങനെ 2 എണ്ണം. മറുവശത്തും ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട്. ഇതാണ് ലോങ് പ്ലേ റെക്കോർഡ്, LP റെക്കോർഡ്. മറ്റേ ഷോർട്ട് പ്ലേ റെക്കോർഡ് ചെറുത്. ഇതെല്ലാം നമ്മൾ സാധാ ഗ്രാമഫോണിൽ വർക്ക് ചെയ്യുമോ? ഇല്ല, വർക്ക് ചെയ്തില്ല. ഇത് ഇലക്ട്രോണിക് ഗ്രാമഫോൺ. അതാണ്ടായിരിക്കുന്നതാണ് ഇലക്ട്രോണിക്സ്, ഗ്രണ്ടിക്. അതിലേ വർക്ക് ചെയ്തു. അതിലേ വർക്ക് ചെയ്തു. കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന. അതിൻ്റെ നീഡിലെന്ന് പറയുന്നത് ഡയമണ്ടാണ്, എവർ ലാസ്റ്റിംഗ് ആണ്. ഉള്ള ഒരു കാലവും നമുക്ക് ഉപയോഗിക്കും. നീഡിലെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഹെഡിനെയാണോ? ഹെഡ്, അത് തന്നെ, കൂർത്തിരിക്കുന്ന ഭാഗം. അതിനെ പറയുന്നത് സ്റ്റൈലസ് എന്നാണ് പറയുന്നത്. കാട്രിഡ്ജ് എന്നും സ്റ്റൈലസ് എന്നാണ് പറയുന്നത്. ആ സ്റ്റൈലസ് ഒരു കാരണവശാലും തറയെ വീണില്ല എങ്കിൽ ഉള്ള ഒരു കാലം ഉപയോഗിക്കാം. പിന്നെ ഇത് ഗ്രണ്ടിക്ക് റെക്കോർഡ് പ്ലെയർ വിത്ത് റേഡിയോ. ഇത് റേഡിയോ ആണ്, റേഡിയോ സൈഡാണ്. ഈ ഇരിക്കുന്നതാണ് സ്റ്റൈലസ്. ഇതിൻ്റെ അറ്റത്തുണ്ട് കാട്രിഡ്ജ്. മേലോട്ട് പൊക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ചെറിയ യൂണിറ്റാണ്.
ഇത് കിട്ടാനില്ല ഇപ്പോൾ കേട്ടോ. ഈ സ്റ്റൈലസ് എന്ന് പറയുന്നത് കാറ്ററിജ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കിട്ടാനില്ല. സ്പെയറൊന്നും ഇല്ല ഇപ്പോൾ. കിട്ടാൻ ഇതും ഗ്രാമഫോണാണ് വൈൻഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനം ഒന്ന് പറയാമോ ചാ? ഇതിൻ്റെ പ്രവർത്തനം ഇതിനകത്ത് സ്പ്രിങ്, ആ സ്പ്രിങ് നമ്മൾ ഈ വൈൻഡ് ചെയ്യുമ്പോൾ ടൈറ്റ് ആകും. നമ്മൾ റിലീസ് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ ബ്രേക്ക് ഉണ്ട്. ഇതാണ്ട് ഈ ബ്രേക്ക് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ ഇത് കറങ്ങാൻ തുടങ്ങും. ഡിസ്ക് തിരിയും. ഒപ്പം നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ സൂചി ഈ പൊടികളിൽ കൂടെ പോകുമ്പോൾ ഇതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അതിൻ്റെ ശബ്ദം വരുന്ന അവിടെ ഒരു കുഴിയുണ്ട്. അതാണ്ട് ഈ ഭാഗത്തൊരു കുഴിയുണ്ട്. അതിനകത്തൂടാണ് വരുന്നത്. ശബ്ദം കൂട്ടാനൊക്കത്തില്ല. വോളിയം കൺട്രോളർ ഇല്ലാത്ത സാധനം. റേഡിയോയിൽ ചെയ്യുന്ന പോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. ശബ്ദം കുറയ്ക്കാൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊളാമ്പി വെച്ചിരിക്കുന്നത്. അല്ലാതെ വോളിയം കൂട്ടാൻ പറ്റത്തില്ല. വോളിയം കൂട്ടാനുള്ള യാതൊരു ഒരു സംവിധാനവും അതിനകത്തില്ല. ഇതാണ് വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ. ഇതിനുള്ളിലേക്ക് കിടത്തിയിട്ട് എല്ലാം പോയി കിടക്കുക കേട്ടോ. ബ്രേക്കും ഒക്കെ പോയി കിടക്കുക. ഇതിനകത്ത് സൂചി ഇരിപ്പുണ്ടല്ലോ, ഉണ്ടല്ലോ. ആ സൂചി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രവർത്തിക്കുമോ നോക്കാം. ഒരു ശ്രമം, നമുക്കൊരു വിഫല ശ്രമം നടത്താം. ഈ സ്പ്രിങ് ലൂസ് ആകുമ്പോൾ ശബ്ദത്തിന് വേരിയേഷൻ വരും. ആർപിഎം കുറയും. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയാം. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് 5 വയസ്സ് 6 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പെട്ടി എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലുള്ള പെട്ടി ചീത്തയായിപ്പോയി. ഞാൻ തന്നെ അത് റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തത്. എൻ്റെ കൈ കൊണ്ട് ശരിയാക്കിയതാണ് ഞാൻ. അവൻ ചിലപ്പോഴൊക്കെ അങ്ങ് വർക്ക് ചെയ്യും. ഇപ്പം ഈ സൂചി ഇങ്ങനെ ഊരാം, ഇങ്ങനെ ഊരി എടുക്കാം. ഷാർപ്പാക്കി എടുത്തിടാം. അത് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. വർക്ക് ചെയ്യാൻ എത്ര മണിക്കൂർ ഈ നീഡിൽ ഉപയോഗിക്കാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു റെക്കോർഡ് കേൾക്കുമ്പോൾ 2 പാട്ടല്ലേ, 2 പാട്ടിന് ഉപയോഗിക്കാം. ഇതിൻ്റെ അറ്റം അങ്ങ് തേഞ്ഞു പോകും. ഈ 2 പാട്ട് കഴിയുമ്പോഴേ പിന്നെ നമുക്കത് ഷാർപ്പ്നെസ് ആക്കി എടുക്കാം. ചാണയില വെച്ചിട്ട് വരച്ചിട്ട് എന്നാ ചോദിക്കും. മുട്ടുസൂചി വെച്ചാലും കേൾക്കും, മുട്ടുസൂചി ഒടിച്ച് വെച്ചാലും കേൾക്കും. ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു മതി. പക്ഷേ എവർ ലാസ്റ്റിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ടിപ്പുള്ള സൂചി ഉണ്ടെങ്കിൽ. ഇത്രയും ഷാർപ്പായിട്ട് സംഭവം ഈ ഡിസ്കിൽ കിടന്ന് പറയുമ്പോൾ ഈ ഡിസ്കിന് കംപ്ലൈന്റ് വരത്തില്ല. പേടി എനിക്ക് ടൈറ്റ് ചെയ്യാൻ. ഇതിനകത്ത് ഗിയർ സിസ്റ്റം ആണോ വരുന്നത്? അതിനകത്ത് ഒരുപാട് പൽചക്രമുണ്ട്. ശരി, ഓക്കെ. ഇതിന് സെൻട്രിൽ കൂടെ ഒരു ഷാഫ്റ്റ് പലർന്നുണ്ട്. അതിനകത്ത് അനേകം പല്ലുകളുള്ളതുണ്ട്. അത് 3-4 ഡിസ്കിനകത്തൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പൊരുത്ത് പിടിച്ചാണ് പോകുന്നത്. ഇതിൻ്റെ വെയിറ്റ് കൂടിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാനും എന്നൊന്ന് പൊക്കി പിടിക്കാം. ഗഡാർ എന്ന് പറയുന്ന മെഷീൻ. ഈ മെഷീൻ ഇതിനകത്തിരിക്കുന്ന 3 മെഷീനാണ്. 3 സ്പ്രിങ്. ആ മൂലയിൽ ഇരിക്കുന്ന വലിയ പെട്ടി, അതിന് 3 സ്പ്രിങ് ഉണ്ട്. അത് 3 പ്ലേറ്റ് ഫുള്ളായിട്ട് പാടും. മനസ്സിലായില്ലേ? ഇതിനകത്ത് 2 സ്പ്രിങ് ആണ്. 2 പ്ലേറ്റ് പാടും കീ കൊടുത്തു കഴിഞ്ഞാൽ. ഇത് റേഡിയോ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞ് മെഷീൻ ഓടിക്കഴിഞ്ഞാൽ പാട്ട് ഇതുവഴി നമുക്ക് കേൾക്കാം. ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിച്ചേക്കുന്ന വിൻഡോ വഴി വരും അല്ലേ? അതെ. ഇത് ഈട്ടിത്തടിയാണ്. ഇത് എത്ര വർഷത്തോളം പഴക്കം ഉണ്ടാവും? ഇത് ഈ പറഞ്ഞോളം 10-65-70 വർഷത്തെ പഴക്കമുള്ള. ഇതൊക്കെ ചീത്തയായി പലയിടത്തും കിടന്നാണ് ഉപയോഗിക്കുക കിടന്ന്. തെങ്ങും തടിയിൽ ഞാൻ നിർമ്മിച്ചതാണ്. ഒരിക്കൽ ഒരു സിംഗിൾ മെഷീൻ കിട്ടിയപ്പോൾ എനിക്കൊരു തോന്നി
ഇത് നമുക്കൊരു ചെറിയ മെഷീൻ വെച്ചൊരു കോളാമ്പി ഉണ്ടാക്കാം. അങ്ങനെ ആലപ്പുഴ പോയപ്പോൾ ഒരു കടയിൽ ഒരു കോളാമ്പി മാത്രമേ ഇരിക്കുന്നു. 500 രൂപ ഒഴിച്ചു 200 രൂപയ്ക്ക് ഞാൻ ഈ കോളാമ്പി വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സിംഗിൾ മെഷീൻ. സ്പൂളാണിത്. പ്രായം പറഞ്ഞില്ല. എന്ത് പ്രായമുണ്ട്? വയസ്സ് എനിക്കോ 74 ആകാൻ പോകും. 74 വയസ്സാവാറായില്ലേ? ഇത് പഴയ സംഗീതജ്ഞന്മാരുടെ കാസറ്റുകൾ മാത്രമേ, പഴയ കളക്ഷൻസ് ആണ്. ഒരുപാട് പേരുടെ പഴയ ഗായകരുടെ പാട്ടെല്ലാം കാണുമല്ലേ? മിക്കവാറുണ്ടല്ലോ. കൊല്ലം ജില്ലയിൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കൊറ്റങ്കര വില്ലേജിൽ മാമൂട് വില്ലേജ് ഓഫീസിന് സമീപം ആനന്ദ മന്ദിരം എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുന്ന ശങ്കരനാരായണ പിള്ള എന്ന് പറയുന്ന ആളാണ് ഞാൻ. ലഗ്രാഹി എന്ന് പഴമക്കാർ വിളിക്കുന്ന പുതിയ ഗ്രാമഫോണിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കഴിവുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 9447077761. ഓമനക്കുട്ടൻപിള്ള എന്നാണ് എന്നെ ലോക്കൽ നെയിം അറിയുന്നത്.